കോഴിക്കോട് കക്കോടിയിലെ വളപ്പിൽ നഗർ നിവാസികൾ കുടിവെള്ളത്തിനായി പെടാപ്പാട് പെടുമ്പോൾ ജലനിധി പൈപ്പുകൾ നോക്കുകുത്തിയാകുന്നു. വീടുകളിൽ പൈപ്പ് സ്ഥാപിച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇതുവരെ വെള്ളം എത്തിയിട്ടില്ല. കുടുംബങ്ങൾക്ക് ഇപ്പോൾ ആകെയുള്ള ആശ്രയം ഒരു കിണർ മാത്രമാണ്. കക്കോടി വളപ്പിൽ നഗറിലെ 15 കുടുംബങ്ങൾക്ക് കുടിവെള്ളത്തിനായുള്ള ഏക ആശ്രയമാണ് ഈ കാണുന്ന കിണർ. വേനൽക്കാലമായാൽ പിന്നെ കിണർ അടി കാണും. എങ്കിലും ഉള്ളത്ര വെള്ളം എല്ലാവരും പങ്കിട്ടെടുക്കും. ഇങ്ങനെ വെള്ളത്തിനായി കഷ്ടപ്പെടുമ്പോഴും 3 വർഷങ്ങൾക്ക് മുമ്പ് ഇവരുടെ വീടുകളിൽ സ്ഥാപിച്ച ജലനിധിയുടെ പൈപ്പുകൾ നോക്കുകുത്തിയാവുകയാണ്. വെള്ളം ഇതുവരെ വന്നില്ലെങ്കിലും ബില്ല് വന്നു എന്നുള്ളതും അത്ഭുതമാണ്. ജപ്പാന്റെ ഇത് വെറുതെ വന്നിട്ട് ബില്ല് കൊണ്ടുവന്നിട്ട് 1600 പറഞ്ഞിട്ട് വെള്ളം വന്നിട്ടുണ്ടെങ്കിലല്ലേ പൈസ കൊടുക്കണ്ടു. അപ്പോൾ അവർ പറഞ്ഞത് വെള്ളത്തിൻ്റെ പൈസയ്ക്ക് വേണ്ടിയിട്ടല്ല, ഞങ്ങൾ വെറുതെ ബില്ല് കൊണ്ടിട്ടതാണ് പറഞ്ഞു. 3 വർഷമായി അങ്ങനെ ജപ്പാൻ വെള്ളത്തിൻ്റെ പൈപ്പ് ഇട്ടിട്ട്. കുടിവെള്ളമാണെങ്കിൽ അതും ഇല്ല. ഇതാണെങ്കിൽ കിണർ ഇങ്ങനെയാണ്. പിന്നെ മറ്റേ വെള്ളമാണെങ്കിൽ അപ്പെടുത്ത വെള്ളം ഒന്നിനും പറ്റൂല്ല. നല്ലോണം കുളിക്കാൻ തന്നെ പറ്റില്ല. അങ്ങനത്തെ ഒക്കെ വെള്ളമാണ്. പഞ്ചായത്ത് പൈപ്പിൽ നിന്ന് വരുന്നത് കലക്ക് വെള്ളമായതുകൊണ്ട് തന്നെ അത് ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. പഞ്ചായത്ത് വെള്ളം തീരെ കലക്ക. അയ്യോ, പഞ്ചായത്ത് വെള്ളം ഞങ്ങളൊന്നിനും കുളിക്കുക അതോ തെളിഞ്ഞിട്ട് 2-3 ദിവസം എടുത്ത് വെച്ചിട്ട് തെളിഞ്ഞിട്ടാണ് കുളിക്കുന്നത്. അത് നല്ല കലക്ക. അത് 150 റുപ്യ മാസം കൊടുക്കണം. കിണറിന്റെ അവസ്ഥയും അത്ര നല്ലതല്ല. ആ കിണർ ഏത് സമയത്ത് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാൻ നിൽക്കുന്ന കിണറാണ്. ആ കിണറൊന്ന് പഞ്ചായത്തിന് നന്നാക്കി തരാനോ ആരുമില്ല. വോട്ടിന് വേണ്ടി മാത്രമാണ് എല്ലാവരും തങ്ങളെ തേടിയെത്തുന്നതെന്നും നഗരിലെ നിവാസികളുടെ പ്രശ്നത്തോട് പഞ്ചായത്ത് ഉൾപ്പെടെ മുഖം തിരിക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നതെന്നുമാണ് ഇവർ പറയുന്നത്. വോട്ട് മാത്രം കിട്ടിയിട്ട് അതിന് മാത്രമായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. ഞങ്ങൾ എന്ത് തെറ്റാ ചെയ്തത് പഞ്ചായത്തിനോട്? ജലനിധി പൈപ്പ് കണക്ഷനിലൂടെ എത്രയും പെട്ടെന്ന് വെള്ളം എത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും കിണറിന്റെ കേടുപാടുകൾ മാറ്റി വൃത്തിയാക്കി തരണമെന്നുമാണ് ഇവരുടെ ആവശ്യം. അമൃത ന്യൂസ്, കോഴിക്കോട്.